മോർണിംഗ് അപ്പു. മോർണിംഗ് അങ്കിൾ. ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങായിരുന്നു. അശ്വതി എന്നാ ഡോക്ടറെ കാണിക്കേണ്ടത്. നീ എവിടെ പോവാ? മാള് കോളേജിൽ പോകാൻ ഇറങ്ങിയതാ. പോകുന്ന വഴിയല്ലേ, അവളെ ഡ്രോപ്പ് ചെയ്തിട്ട് പോകാമെന്ന് കരുതി. പിന്നെ കോളേജിൽ പോകാത്തതുകൊണ്ട് കറങ്ങി നടന്ന് ചുമ്മാ സമയം കളയരുത്. മോള് വീട്ടിൽ ഇരുന്ന് പഠിക്കാൻ നോക്കണം. നോക്കട്ടെ, പറ്റിയ അങ്കിള് പ്രിൻസിപ്പളിനെ ഒന്ന് കാണുന്നുണ്ട്. സസ്പെൻഷന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു കോംപ്രമൈസ്. വേണ്ട അങ്കിൾ, എന്റെ കാര്യം എനിക്ക് വിട്ടേക്ക്. ഞാൻ പോട്ടെ. ആളോ കേറ്, പോവാം. സീരിയസ് ആയിട്ട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഒന്നും പറയാനില്ല തനിക്ക്? എന്തായാലും പറയുന്നേ. പേടിച്ച് മിണ്ടാതിരിക്കാൻ തൻ്റെ അപ്പു അല്ലല്ലോ കൂടെ ഉള്ളത്, ഞാനല്ലേ. ധൈര്യമായിട്ട് പറഞ്ഞോളൂ. അരുൺ, ഞാനൊരു കാര്യം പറഞ്ഞ എന്നോടൊന്നും തോന്നരുത്. ആദ്യം കാര്യം എന്താന്ന് പറയേ. തോന്നണോ വേണ്ടിയെന്ന് എന്നിട്ട് തീരുമാനിക്കാം. കോളേജിൽ വെച്ച് അരുൺ മനസ്സിലുള്ള ഇഷ്ടം എന്നോട് പറഞ്ഞു. അതിനുള്ള മറുപടി ഞാൻ തന്നതുമാണ്. അവിടം കൊണ്ട് തീരേണ്ട ഒരു പ്രശ്നമായിരുന്നു അത്. പക്ഷെ അരുൺ അത് വീട്ടിൽ പ്രസന്റ് ചെയ്യുമെന്നും വീട്ടുകാരുമായി വന്ന് എന്റെ പേരൻസിനെ കണ്ട് പ്രപ്പോസ് ചെയ്യുമെന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. സോ വാട്ട്? അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ എന്നാര് പറഞ്ഞു? അതുകൊണ്ടുണ്ടായ നഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് അരുണിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഓ, മനസ്സിലായി. അതിന്റെ പേരില് തന്റെ ഫ്രണ്ട് തന്നോട് പണങ്ങിയിട്ടുണ്ടാവും. അതിനിപ്പോ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? നല്ലതൊന്നും തന്റെ ഫ്രണ്ടിന് പിടിക്കില്ലല്ലോ. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊന്നും അരുണിനെ ബാധിക്കുന്ന കാര്യമല്ലെന്നറിയാം. പക്ഷെ അത് എനിക്കും അപ്പൂനും ഉണ്ടാക്കുന്ന നഷ്ടങ്ങൾ എത്ര വലുതാണെന്ന് അരുണ് പറഞ്ഞാൽ മനസ്സിലാവില്ല. അങ്ങനെ മനസ്സിലാകായൊന്നുമില്ല. എന്റെ വീട്ടുകാർ വന്ന് മാന്യമായിട്ട് വിവാഹം ആലോചിച്ചത് തന്റെ ഫ്രണ്ടിന് പിടിച്ചിട്ടുണ്ടാവില്ല. അതിന്റെ പേരിൽ തന്നോട് അവള് പിണങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും. ഇതൊക്കെ ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക അല്ലേ? ഒന്നുമല്ല അരുൺ, അതാ പറഞ്ഞത്. അതൊന്നും പറഞ്ഞ തനിക്ക് മനസ്സിലാവില്ല എന്ന്. അരുൺ ഇപ്പോഴും അപ്പൂനെയും അവളുടെ പ്രശ്നങ്ങളെയും കാണുന്നത് വേറൊരു ആംഗിളിലാണ്. ശരി, ഇപ്പൊ എന്താ തന്റെയും തന്റെ ഫ്രണ്ടിന്റെയും പ്രശ്നം? അത് പറ. ഇപ്പോ അത് ഞങ്ങളുടെ മാത്രം പ്രശ്നമല്ല അരുൺ. ഞങ്ങളുടെ രണ്ടുപേരുടെയും വീട്ടുകാരെയും കൂടി അത് വല്ലാതെ ബാധിച്ചിരിക്കുന്നു. എത്ര സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കഴിഞ്ഞവരാ ഞങ്ങളെന്നറിയോ? അപ്പൂന്റെ അച്ഛനും അമ്മയും എനിക്ക് എന്റെ സ്വന്താ. അതുപോലെയായിരുന്നു എന്റെ പേരൻസ് അപ്പൂനും. അപ്പൂന് മാത്രമായി അങ്കിളും ആന്റിയും ഒന്നും വാങ്ങാറില്ല. അതുപോലെയായിരുന്നു എന്റെ വീട്ടിലും. ആ ഞങ്ങളാ ഇപ്പോ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വെറും അയൽക്കാരായി മാറിപ്പോയത്. അതിനിപ്പോ ഞാൻ എന്ത് വേണോന്ന് മാളവിക പറയുന്ന? അരുണിന്റെ ആ പ്രപ്പോസൽ വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയൊക്കെയായി മാറിയത്. അതുകൊണ്ട് ഈ പ്രപ്പോസലിൽ നിന്ന് ദയവ് ഇതൊന്ന് പിന്മാറണം പ്ലീസ് അരുൺ. കൊള്ളാം. ഇത് പറയാനാണോ താൻ എന്നെ വിളിച്ചത്? ഭയങ്കര ബോറായി പോയി മാളവിക.
തന്നിൽ നിന്ന് ഞാൻ ഈ ഇൻസൾട്ട് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അരുൺ, ഞാൻ തന്നെ ഇൻസൾട്ട് ചെയ്തതല്ല. പിന്നെ തന്റെ ഫ്രണ്ടിന് വേണ്ടി, അവളുടെ പിണക്കം മാറ്റാൻ വേണ്ടി ഞാൻ എന്റെ വീട്ടുകാരുടെ മുമ്പിൽ ഫൂൾ ആവണമെന്നല്ലേ? അതല്ലേ താനിപ്പോ എന്നോട് ആവശ്യപ്പെട്ടത്? എനിക്കറിയാം, എന്റെ പ്രപ്പോസൽ കൊണ്ട് തനിക്കും തന്റെ വീട്ടുകാർക്കും പിന്നെ അപൂർവയുടെ വീട്ടുകാർക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പ്രശ്നം മുഴുവൻ അവൾക്ക്. അവളുടെ ഈഗോയും അസൂയയോ തന്നെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത്. അതിനൊക്കെ ഞാൻ എന്തിനു സഫർ ചെയ്യണം? അരുൺ, ഒന്ന് പതുക്കെ. നോ, താൻ ഇനി എന്ത് പറഞ്ഞാലും ഞാനായിട്ട് ഈ പ്രപ്പോസലിൽ നിന്ന് പിന്മാറില്ല. ഇനി തനിക്ക് അങ്ങനെ വിഡ്രോ ചെയ്തേ പറ്റുമെന്നാണെങ്കിൽ ആയിക്കോളും. പക്ഷെ അതിന്റെ കാരണം എന്താണെന്ന് മാളവിക തന്നെ തന്റെ വീട്ടുകാരോട് കൺവിൻസ് ചെയ്താൽ മതി. എനിക്ക് പറ്റില്ല. ആൻഡ് വൈ ഷുഡ് ഐ? വണ്ടിയിൽ നിന്ന് ഇറങ്ങി തന്നാ എനിക്ക് പോവായിരുന്നു. പൊക്കോ. വീട്ടുകാരുടെ സമ്മതം കൂടി ആയപ്പോ ലൈസൻസ് ആയി അല്ലേ? എന്തിനുള്ള ലൈസൻസ്? ഞാൻ കരുതിയത് നീ എന്നെ മിസ് ചെയ്തതിന്റെ സങ്കടത്തിലാവൂന്ന്. എന്ത് സങ്കടമല്ലേ? അപ്പോ നീ വെറുതെ കാര്യം അറിയാതെ സംസാരിക്കരുത്. ഞാൻ അരുണുമായി കൊഞ്ചിക്കൊഴയാൻ വന്നതല്ല. നിന്റെ കാര്യം തന്നെയാ ഞാൻ അവനുമായിട്ട് സംസാരിച്ചത്. അവനോട് എന്റെ കാര്യം നിനക്കെന്താ ഇത്ര പറയാനുള്ളത്? ദേ, എന്നോട് പ്രോമിസ് ചെയ്തൊന്നും നീ മറന്നുപോരുത്. അതല്ല അപ്പോ, അയാളോട് ഈ പ്രപ്പോസലിൽ നിന്ന് ഒന്ന് പിന്മാറണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തു. എന്നിട്ട് അവനെന്ത് പറഞ്ഞു? അവൻ തയ്യാറല്ല അല്ലേ? അവൻ പിന്മാറിയില്ലെങ്കിൽ എന്താ നിന്റെ ഉദ്ദേശം? എനിക്കറിയില്ല. ഇപ്പൊ അതൊന്നും അല്ല എന്റെ പ്രശ്നം. എനിക്കറിയേണ്ടത് എന്താ നിന്റെ പ്ലാൻ എന്നാ. എന്ത് പ്ലാൻ? അപ്പോ ഒന്നെങ്കിൽ നിന്നെക്കുറിച്ച് നിനക്കുള്ള തെറ്റിദ്ധാരണകൾ സ്വയം മാറ്റണം. എന്നിട്ട് എല്ലാവർക്കും പരിചയമുള്ള പഴയ അപ്പുവായിട്ട് ജീവിക്കണം. അല്ലെങ്കിൽ ബാക്കിയോടെ പറയേ. അപ്പോ നമുക്കെല്ലാം വിശദമായി നമ്മുടെ വീട്ടുകാരോട് തുറന്നു പറഞ്ഞാലോ? അവരുടെ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ നിനക്ക് ഈ ക്രൈസിസ് ഈസിയായി ഓവർകം ചെയ്യാൻ പറ്റും. അതൊക്കെ നിന്റെ വെറും തെറ്റിദ്ധാരണയാണ് മാളു. എന്റെ പ്രശ്നം നമ്മുടെ വീട്ടുകാർ ഒരിക്കലും ഞാനോ നീയോ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല റിയാക്ട് ചെയ്യുന്നത്. പിന്നെ എന്ത് ചെയ്യാനാ നിന്റെ ഉദ്ദേശം? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ജീവിക്കണം, ആണായി തന്നെ. അതിൽ കുറഞ്ഞൊന്നിനും ഒരിക്കലും എന്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. വാ പോവാ. വി പി, മുരളി ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാ. ഫോൺ എടുക്കാത്തപ്പോഴേ തോന്നി തന്നോട് നല്ല തിരക്കിലായിരിക്കുന്ന. അതെ, നെക്സ്റ്റ് മന്ത് ഹാൻഡ് ഓവർ ചെയ്യേണ്ട വർക്കാ. ഒന്നും ആയിട്ടില്ല. നമ്മൾ കൂടെ നിന്നെങ്കിലേ പറ്റൂ. അല്ല, എന്താ വി പി വന്നത്? എന്തെങ്കിലും അത്യാവശ്യ കാര്യമാണോ? അത്യാവശ്യമാണെന്ന് ചോദിച്ചാൽ ഒരു സീരിയസ് മാറ്റർ ഉണ്ടായിരുന്നു. പക്ഷേ മുരളി ഇത്ര തിരക്കി നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. സാരമില്ല, മുരളിയുടെ ജോലി നടക്കട്ടെ, നമുക്ക് പിന്നെ സംസാരിക്കാം. അത് വേണ്ട, വി പി എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, നമുക്ക് സംസാരിക്കാം. പറഞ്ഞോളൂ. ഏയ്, അത് വേണ്ട. തന്നെ ഒന്ന് സ്വസ്ഥമായിട്ട് കിട്ടണം എനിക്ക്. എന്നാ പിന്നെ വൈകിട്ടായല്ലോ, ഞാൻ വീട്ടിലോട്ട് വരാം, നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം. അത് ശരിയാവില്ല മുരളി. ഞാൻ പറയാൻ പോകുന്ന കാര്യം നമ്മുടെ രണ്ടുപേരുടെയും വീട്ടിൽ വെച്ച് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താ വി പി, അപ്പുവിൻ്റെ കാര്യം വല്ലതും ആണോ? അപ്പൂൻ്റെയും മാളൂൻ്റെയും കാര്യമാണ്. എന്താ വി പി?
എന്താ കാര്യം? വാ, നമുക്ക് അങ്ങോട്ട് നിൽക്കാം. മുരളി, തുടക്കത്തിലേ പറയട്ടെ, ഞാനിനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മുടെ മക്കളെക്കുറിച്ചാണ്. ഒരച്ഛനെന്ന നിലയിൽ അതെന്നെപ്പോലെ തന്നെ മുരളിയെയും വേദനിപ്പിക്കുകയും നിരാശപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്താ വി പി ഇങ്ങനെ വളഞ്ഞു ചുറ്റാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. പറയാം. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അറിഞ്ഞ കാര്യത്തിൽ എത്രമാത്രം സത്യമുണ്ടെന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. അതുകൊണ്ട് കേൾക്കുമ്പോൾ താൻ പാനിക്കാവരുത്. അതിനുവേണ്ടി ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ഇല്ല, വി പി കാര്യത്തിലേക്ക് വാ. അപ്പോൾ അന്ന് കോളേജിൽ ഇഷ്യൂ ഉണ്ടാക്കിയത് കോളേജിൽ ഫ്രണ്ട്സിനിടയിൽ നടന്ന ഒരു ലൂസ് ടോക്കിൽ ദേഷ്യം പിടിച്ചിട്ടാണല്ലോ. എന്തായിരുന്നു അവളെ ഇത്രയേറെ പ്രകോപിപ്പിച്ച ആ കളിയാക്കലെന്ന് വെറുതെ ഒരു കൗതുകത്തിന് വേണ്ടി ഞാനൊന്ന് അന്വേഷിച്ചു. ചോദിച്ചത് മറ്റാരോടുമല്ല, നമ്മുടെ അരുണിനോട് തന്നെ. ആദ്യമൊക്കെ അവൻ ഒഴിഞ്ഞു മാറിയെങ്കിലും ഞാൻ നിർബന്ധിച്ചപ്പോൾ അരുൺ എന്നോട് ആ തമാശയെക്കുറിച്ച് പറഞ്ഞു. ആ തമാശ വല്ലാതെ ക്രൂരമായ ഒന്നായിരുന്നു. അങ്ങനെ റിയാക്ട് ചെയ്തതിന് അപ്പുവിനെ കുറ്റപ്പെടുത്താനും തോന്നിയില്ല. എന്തായിരുന്നു അത്? അപ്പുവിൻ്റെയും മാളുവിൻ്റെയും തിക് ഫ്രണ്ട്ഷിപ്പിനെ മറ്റു കുട്ടികൾ മോശമായ ഒരു അർത്ഥത്തിലാണ് കണ്ടത്. അവരെപ്പോഴും ഒരുമിച്ചാവുമല്ലോ. അങ്ങനെ എപ്പോഴും എവിടെയും ഒരുമിച്ച് നടക്കുന്ന രണ്ട് പെൺകുട്ടികളെ കളിയാക്കാൻ കൂട്ടുകാർ ആ ബന്ധത്തിന് മറ്റൊരു കളർ കൊടുക്കുന്നു. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞ സ്വർഗ അനുരാഗമെന്നോ ലെസ്ബിയൻസ് എന്നോ. ഇതൊക്കെ അരുൺ? അയാളിതൊന്നും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇങ്ങനൊരു പ്രപ്പോസലുമായി അരുൺ നമ്മളിലേക്ക് വരില്ലല്ലോ. എന്നാലും നമ്മുടെ കുട്ടികളെക്കുറിച്ച് മറ്റുള്ളവർ അങ്ങനെയൊക്കെ പറഞ്ഞു നടക്കാന്ന് വെച്ചാൽ കേട്ടിട്ടൊരുമാതിരി. കേട്ടപ്പോൾ എനിക്കും ഇതേ ഫീലിംഗ് ആയിരുന്നു മുരളി. അരുണിനോട് ഞാനൊന്ന് ദേഷ്യപ്പെടുക കൂടി ചെയ്തു. കൂട്ടുകാർ പടച്ചുണ്ടാക്കിയ ഒരു ക്രൂരമായ തമാശയെന്ന് സ്വയം ആശ്വസിച്ചുകൊണ്ടാണ് ഞാൻ വീട്ടിലേക്ക് മടങ്ങിയത്. പക്ഷേ എന്നെ ഏറെ തളർത്തിക്കളഞ്ഞത് ആ വൃത്തികെട്ട തമാശ കഥയിൽ എവിടേക്കോ ചില സത്യങ്ങളുണ്ടെന്ന് സ്വയം ബോധ്യപ്പെട്ടപ്പോഴാണ്. ബിപി എന്തൊക്കെ ഈ പറയുന്നേ? സംശയങ്ങളാണ്, സാധ്യതകളാണ്. അതൊന്നും സത്യമായിക്കൊള്ളണമെന്നില്ല. സത്യമാകരുതേ എന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥനയും. നോ, നെവർ. ബി പി വെറുതെ നമ്മുടെ മക്കളെ പറ്റി. വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ മുതൽ അപ്പുവിനെയും മാളുവിനെയും ഞാൻ വളരെ ക്ലോസായി ഒബ്സർവ് ചെയ്യായിരുന്നു. ഒട്ടും മുൻധാരണകളില്ലാതെ തന്നെ. നമ്മൾ വിലക്കിയിട്ടും അപ്പുവും മാളുവും ഒരുമിച്ച് ഒരേ റൂമിൽ തന്നെ ഉറങ്ങണമെന്ന് വാശി പിടിച്ചതും നമ്മളറിയാതെ അതിനുവേണ്ടി ശ്രമിച്ചതുമൊക്കെ കുഞ്ഞുനാൾ മുതലേയുള്ള ശീലം കൊണ്ടാണ് എന്ന് തന്നെയാണ് ഞാൻ അപ്പോഴും വിശ്വസിച്ചത്. പക്ഷേ കാര്യങ്ങൾ അതിനപ്പുറത്തേക്ക് വളർന്നു എന്ന് മനസ്സിലാക്കിയത് മാളുവിന് വന്ന അരുണിന്റെ പ്രപ്പോസല് അപ്പുവായിട്ട് മുടക്കാൻ ശ്രമിച്ചപ്പോഴാണ്. അതിനുവേണ്ടി അവൾ എന്നോട് കള്ളം പറഞ്ഞു. പക്ഷേ എന്നെ അതിലും അത്ഭുതപ്പെടുത്തിയതും വേദനിപ്പിച്ചതും അത് മാളുവിന്റെ അറിവോട് കൂടിയാണ് എന്നറിഞ്ഞപ്പോഴാണ്. മാളുവിന്റെ അറിവോട് കൂടിയോ? നോ, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. എങ്കിൽ എന്തുകൊണ്ട് അതിനെ ചൊല്ലി മാളുവും അപ്പുവും തമ്മിൽ പിണങ്ങിയില്ല? അതുപോട്ടെ, അപ്പു ചെയ്തത് ശരിയായില്ല എന്നൊരു കമന്റെങ്കിലും മാളുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതല്ലേ? ഞാൻ പറഞ്ഞല്ലോ മുരളി, ഒക്കെ ഇപ്പോഴും എൻ്റെ സംശയമോ ഭയമോ ആയിട്ട് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് വെറുമൊരു സംശയമല്ലായിരുന്നു എന്ന് ബോധ്യപ്പെടേണ്ടി വന്ന. ഇല്ല, ബി പി വെറുതെ ആലോചിച്ച് കാട് കയറണ്ട. അവര് തമ്മിൽ അങ്ങനെയൊന്നുമില്ല. അഥവാ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ തന്നെ അത് അപ്പുവിന്റെ മനസ്സിലേ ഉണ്ടാവും. എന്റെ മോൾ അത്ര കാര്യമൊന്നുമല്ല. മുരളി, എൻ്റെ മോൾ തൻ്റെ മോൾ അങ്ങനെയൊന്നും നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടോ മുരളി? അപ്പം മോള് നമ്മുടെ കുട്ടികളല്ലേ മുരളി? യാഥാർത്ഥ്യബോധത്തോടെ വേണം നമ്മൾ ഈ പ്രശ്നത്തെ ഫേസ് ചെയ്യാൻ. ഞാൻ സംശയിക്കുന്ന പോലെ അല്ലെങ്കിൽ
നമ്മളിപ്പോൾ പേടിക്കുന്ന പോലെ ഒരു റിലേഷൻ അവർ തമ്മിലുണ്ടെങ്കിൽ അതൊരിക്കലും ഒരാളുടെ മാത്രം നിർബന്ധത്തിനോ ഭീഷണിക്കോ വഴങ്ങിയിട്ടായിരിക്കില്ല. രണ്ടുപേരും ഈക്വലി ഇൻവോൾവ് ആയിരിക്കും. അതാണ് യാഥാർത്ഥ്യം. ഒരിക്കലും ഗീതയോടോ അശ്വതിയോടോ നമുക്ക് ഈ കാര്യം ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. അവരിതറിഞ്ഞാൽ ആകെ തകർന്നു പോകും. അതുപോലെ തന്നെയാണ് അപ്പുവിൻ്റെയും മാളുവിൻ്റെയും കാര്യം. നമ്മളിങ്ങനെ സംശയിക്കുന്നതായി പോലും ഒരു നേരത്തെ സൂചന അവർക്ക് കിട്ടിയാൽ പിന്നെ അവരില്ല മുരളി. കുറ്റബോധവും നാണക്കേടും കൊണ്ട് അവരെന്തെങ്കിലും അവിവേകം കാണിച്ചെന്നിരിക്കും. ബിപി, നമ്മളെങ്ങനെ? വഴിയുണ്ട്, പക്ഷേ നമ്മൾ ജാഗ്രത പാലിച്ചേ പറ്റൂ. ക്ഷമയാണ് പ്രധാനം. ഒരു നൂൽപ്പാലത്തിലൂടെ സഞ്ചരിക്കുന്നത്ര കരുതലോടെ ക്ഷമയോടെ വേണം നമ്മൾ നമ്മുടെ മക്കളെ വീണ്ടെടുക്കാൻ. നമ്മുടെ നിയന്ത്രണം നഷ്ടപ്പെടുന്ന പലതും ഉണ്ടായെന്ന് വരും. ഒരിക്കലും അവരുടെ മുന്നിൽ നമ്മളത് പ്രകടിപ്പിക്കരുത്. വികാരപരമായിട്ടല്ല, വിവേകത്തോടെ വേണം നമ്മൾ അവരെ ഫേസ് ചെയ്യേണ്ടത്. എങ്കിലേ ഈ പ്രതിസന്ധിയിൽ നിന്ന് നമുക്ക് അവരെയും നമ്മുടെ കുടുംബത്തെയും രക്ഷിക്കാൻ പറ്റൂ. ധൈര്യമായിട്ടിരിക്കടോ, നമ്മളിത് ഓവർകം ചെയ്യും. പോട്ടെ, വൈകിട്ട് കാണാം. എന്തുപറ്റി? വരാൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ട് പോയ ആള് നേരത്തെ വന്നല്ലോ. നേരത്തെ ഇറങ്ങി. നല്ല സുഖം തോന്നിയില്ല. അത് മുഖം കണ്ടാ അറിയാം. എന്താ മുരളിയേട്ടാ, സൈറ്റിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? സൈറ്റിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെന്താ പ്രശ്നം? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? നീ പോയി ചായ എടുത്തേ. നല്ല തലവേദന. അശ്വതി, മാളു വന്നോ? വന്നു, റൂമിലുണ്ട്. ഇതറിയാനാണോ വിളിച്ചത്? എന്തു പറ്റി മുരളിയേട്ടന്? ഒന്നുമില്ല. എത്ര വട്ടം പറയണം? ഈ അച്ഛനും മോൾക്കും ഇത് എന്തു പറ്റി? ഒരാളാണെങ്കിൽ കാര്യമില്ലാതെ ദേഷ്യപ്പെടുന്നു, മാളു ആണെങ്കിൽ തലവേദന എന്ന് പറഞ്ഞ് റൂമിലടച്ചിരിക്കുന്നു. അവളുടെ തലവേനയൊന്നും നീ കാര്യമാക്കണ്ട ശ്രുതി. അപ്പുറത്തെ കൊച്ചുമായിട്ട് കൂട്ടുമുറിഞ്ഞതിന്റെ ഒരു ഏനക്കേട് കാണും. അതൊക്കെ ഒന്ന് മാറി വരണമെങ്കിൽ 2-3 ദിവസം പിടിക്കും. മുരളിയേ, കേട്ടോ മുരളി, അടുത്ത മാസം ആദ്യം കൊള്ളാവുന്ന 2-3 മുഹൂർത്തം ദേ ഈ പഞ്ചാംഗത്തിലുണ്ട്. ആ കൃഷ്ണൻകുട്ടി കണിയാനോട് പറഞ്ഞ് ഇതിലേതെങ്കിലും ഒന്നങ്ങ് ഉറപ്പിച്ചാലോ നമുക്ക്? അതാകുമ്പോ വൃശ്ചികത്തിൽ ജാതകം കൈമാറലും നടത്തി പിന്നെ ധനു മകരം കുംഭവും കഴിഞ്ഞ് മീനത്തിൽ കല്യാണവും നടത്താം നമുക്ക്. മീനമാസം ആവുമ്പോ മുഹൂർത്തത്തിന് ഒട്ടും പഞ്ഞമില്ലതാനും. കൊച്ചിന് കൊല്ലപ്പരീക്ഷ വല്ലതും ഉണ്ടെങ്കിൽ അതും അങ്ങ് കഴിയും. അങ്ങനെ എല്ലാം കൊണ്ടും മീനത്തിൽ തന്നെ നോക്കുന്നതാ നല്ലത്. 2 കൂട്ടർക്കും ഒരുങ്ങാനും വിളിക്കാനും ഒക്കെ ആവശ്യം പോലെ സമയവും കിട്ടും. അമ്മയൊന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? ഇതൊന്നും ആലോചിക്കാൻ പറ്റിയ നേരമല്ലത്. മനുഷ്യനോട് ഭ്രാന്തി പിടിച്ചിരിക്കുമ്പോഴാ കല്യാണവും മുഹൂർത്തവും.